പ്രിയ വിദ്യാർത്ഥികളെ, ഇന്നു നമ്മൾ അഞ്ജു ഖർബന്ദ എഴുതിയ ഖിഡ്കി എന്ന മനോഹരമായ ലഘുകഥയെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ലഘുകഥകൾ ഇന്ന് പറയുമ്പോൾ വളരെ കുറഞ്ഞ വാക്കുകളിൽ വലിയ ആശയങ്ങൾ നൽകുന്നവയാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഈ കഥയും അത്തരത്തിൽ നമ്മളെ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒന്നാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ലക്ഷ്യങ്ങൾ. ഈ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഖിഡ്കി എന്ന ലഘുകഥയുടെ ഉള്ളടക്കം മനസ്സിലാക്കാൻ സാധിക്കും. കഥയിലെ പ്രധാന കഥാപാത്രങ്ങളെയും അവരുടെ സ്വഭാവ സവിശേഷതകളെയും കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. കൂടാതെ ഈ കഥ മുന്നോട്ട് വയ്ക്കുന്ന സാമൂഹിക വിഷയങ്ങളെയും മാനുഷിക വികാരങ്ങളെയും കുറിച്ച് വിശകലനം ചെയ്യാനും എഴുത്തുകാരിയുടെ ശൈലിയെയും പ്രമേയ അവതരണത്തെയും വിലയിരുത്താനും നമുക്ക് സാധിക്കും. ഭാഗം 1. ആമുഖം. 5 മിനിറ്റ്. ആദ്യം നമുക്ക് എഴുത്തുകാരിയെ പരിചയപ്പെടാം. അഞ്ജു ഖർബന്ദ 1971 ഒക്ടോബർ 31 ഡൽഹിയിൽ ജനിച്ച ഒരു എഴുത്തുകാരിയും അധ്യാപികയും റേഡിയോ ആർട്ടിസ്റ്റുമാണ്. ലഘുകഥകൾ, കവിതകൾ, ഓർമ്മക്കുറിപ്പുകൾ എന്നിവയെല്ലാം അവരെഴുതാറുണ്ട്. ഉജ്ലി ഹോത്തി ഭോർ, കിങ്സ്വേ ക്യാമ്പ് ഡൽഹി 9 എന്നിവയാണ് അവരുടെ പ്രധാന കൃതികൾ. അവർക്ക് സാവിത്രിഭായ് ഫൂലെ പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ കഥയുടെ പേരിലേക്ക് വരാം. ഖിഡ്കി. എന്താണ് ഖിഡ്കി? ജനൽ എന്നാണ് അതിനർത്ഥം. ഒരു ജനൽ എങ്ങനെയാണ് ഈ കഥയ്ക്ക് പ്രാധാന്യമാകുന്നതെന്ന് നമുക്ക് കഥയിലൂടെ മനസ്സിലാക്കാം. ഈ കഥയുടെ പ്രധാന ആശയം ഒരു ട്രെയിൻ യാത്രയെയും അതിനിടയിൽ നടക്കുന്ന ചില സംഭവങ്ങളെയും കേന്ദ്രീകരിച്ച് മനുഷ്യന്റെ ചിന്തകളെയും വികാരങ്ങളെയും അവതരിപ്പിക്കുക എന്നതാണ്. ഭാഗം 2. കഥാസംഗ്രഹം. 10 മിനിറ്റ്. നമുക്കിനി കഥയുടെ സംഗ്രഹം നോക്കാം. യാത്രയുടെ തുടക്കം. കഥാനായകൻ, അതായത് എഴുത്തുകാരൻ, കുടുംബത്തോടൊപ്പം ഹോഷിയാർപൂറിലെ ഒരു കല്യാണത്തിന് പോകാനായി ട്രെയിൻ യാത്ര തിരഞ്ഞെടുക്കുകയാണ്. തണുപ്പ് തുടങ്ങിയിരുന്നതുകൊണ്ട് ഇത്തവണ AC കോച്ചിനു പകരം ജനറൽ കോച്ചിൽ യാത്ര ചെയ്യാൻ അവർ തീരുമാനിച്ചു. ആദ്യം ഭാര്യയും കുട്ടികളും ജനറൽ കോച്ചിൽ പോകാൻ എതിർത്തെങ്കിലും പിന്നീടവർ സമ്മതിച്ചു. യാത്രയിലെ സംഭവം. ഡൽഹിയിൽ നിന്ന് ഏകദേശം 8 മണിക്കൂർ യാത്രയുണ്ടായിരുന്നു. അവർക്ക് സീറ്റ് ബുക്ക് ചെയ്തിരുന്നതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല. കുട്ടികൾ വേഗം ജനൽ സീറ്റ് സ്വന്തമാക്കി. എഴുത്തുകാരനും ഭാര്യയും സംസാരിച്ചിരിക്കുമ്പോൾ ഒരു യുവതി അവരുടെ അടുത്തേക്ക് വന്നു. ഷാൾ വിൽപ്പനക്കാരി. ആ യുവതി നിറയെ ഷാളുകളുള്ള ഒരു വലിയ കെട്ടുമായി വന്ന് എഴുത്തുകാരന്റെ ഭാര്യയോട്, ദീദി, ജമ്മുവിൽ നിന്നുള്ള ഷാളുകൾ വളരെ നല്ലതാണ് എന്നു പറഞ്ഞ് ഷാൾ വാങ്ങാൻ നിർബന്ധിച്ചു. ഷാളിന് 250 രൂപയാണെന്ന് അവൾ പറഞ്ഞു. വില കൂടിയതാണെന്ന് പറഞ്ഞ് ഭാര്യ വിലപേശി. 5 ഷാൾ വാങ്ങുകയാണെങ്കിൽ ഒന്നിന് 200 രൂപയ്ക്ക് നൽകാമെന്ന് യുവതി പറഞ്ഞു. എന്നാൽ ഭാര്യ 100 രൂപയ്ക്ക് വേണമെന്ന് ആവശ്യപ്പെട്ടു. വിലപേശലും വികാരങ്ങളും. 100 രൂപ വളരെ കുറവാണെന്ന് പറഞ്ഞു യുവതിയുടെ തൊണ്ട ഇടറുകയും കണ്ണുകൾ നിറയുകയും ചെയ്തു. തുടർന്ന്, നല്ലതു ദീദി, നിങ്ങൾക്കുമില്ല എനിക്കുമില്ല, 150 രൂപയ്ക്ക് ഒരു ഷാൾ എന്ന് ഭാര്യ പറഞ്ഞു. യുവതി കുറച്ചുകൂടി ആലോചിച്ച ശേഷം സമ്മതിക്കുകയും ഷാളുകളുടെ കെട്ട് ഭാര്യയുടെ മുന്നിലേക്ക് നീട്ടുകയും ചെയ്തു. ഭാര്യ 5 ഷാളുകൾ തിരഞ്ഞെടുക്കുകയും എഴുത്തുകാരൻ 750 രൂപ നൽകുകയും ചെയ്തു. യാത്രക്കാരന്റെ ചിന്തകൾ. യുവതി പോയതിനുശേഷം ഭാര്യ, അവൾ ഒറ്റയടിക്ക് 150 സമ്മതിച്ചു. തെറ്റുപറ്റി, കുറച്ചുകൂടി വിലപേശേണ്ടതായിരുന്നു എന്ന് പറഞ്ഞ് ആ കാര്യത്തിൽ ശ്രദ്ധിച്ചിരുന്നു. എന്നാൽ എഴുത്തുകാരന്റെ ചിന്തകൾ ഭൂതകാലത്തിലേക്ക് നീണ്ടു. കഥയുടെ മർമ്മം. സ്വന്തം മകളെ മടിയിലിരുത്തി ട്രെയിനിന്റെ ജനലിലൂടെ പുറത്തേക്ക് നോക്കിക്കൊണ്ട് എഴുത്തുകാരൻ ചിന്തിച്ചു. തന്റെ അച്ഛനും ട്രെയിനിൽ സാധനങ്ങൾ വിറ്റ് ക്ഷീണിതനായി വീട്ടിൽ വരുമ്പോൾ ആ യുവതിയുടെ കണ്ണിലുണ്ടായിരുന്ന അതേ നനവുണ്ടായിരുന്നു. ഇതാണ് കഥയുടെ ഒരു ലഘുരൂപം. ഭാഗം 3. കഥാപാത്ര വിശകലനം. 10 മിനിറ്റ്. ഇനി നമുക്ക് കഥാപാത്രങ്ങളെ ഒന്ന് പരിചയപ്പെടാം. 1. എഴുത്തുകാരൻ, അതായത് കഥാനായകൻ. ഇദ്ദേഹം യാത്ര ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് AC-ക്ക് പകരം ജനറൽ കോച്ച് തെരഞ്ഞെടുത്തത്. ഇദ്ദേഹം ചുറ്റുമുള്ള അനുഭവങ്ങളെ നിരീക്ഷിക്കുന്ന ഒരാളാണ്. ഷാൾ വിൽപ്പനക്കാരിയോട് ഭാര്യ വിലപേശുന്നത് കണ്ടപ്പോൾ ഇടപെടാൻ ശ്രമിക്കുന്ന ഒരു സഹാനുഭൂതിയുള്ള വ്യക്തിയാണ് അദ്ദേഹം. ഏറ്റവും പ്രധാനമായി അദ്ദേഹം തന്റെ ഭൂതകാലത്തെ ഓർമ്മിക്കുന്ന ഒരാളാണ്. അച്ഛനെ ഷാൾ വിൽപ്പനക്കാരിയുമായി ബന്ധിപ്പിക്കുന്നതും ഇദ്ദേഹമാണ്.
2. എഴുത്തുകാരിയുടെ ഭാര്യ. തുടക്കത്തിൽ ജനറൽ കോച്ച് യാത്രയോട് വലിയ താൽപ്പര്യമില്ലായിരുന്നു. സാധനങ്ങൾ വാങ്ങുമ്പോൾ വളരെ നല്ല രീതിയിൽ വിലപേശുന്ന ഒരു സ്വഭാവമുണ്ട്. ലാഭം നോക്കുന്ന ഒരു പ്രവണതയും കാണാം. 3. ഷോൾ വിൽപ്പനക്കാരി. ഷോളുകൾ വിട്ട് ഉപജീവനം നടത്തുന്ന ഒരു സാധാരണക്കാരിയാണ് ഈ യുവതി. കഠിനാധ്വാനിയാണ്. ഭാരമുള്ള ഷോളുകളുടെ കെട്ടുമായി ട്രെയിനിലൂടെ നടക്കുന്നു. വികാരങ്ങളെ നിയന്ത്രിക്കാൻ പാടുപെടുന്ന ഒരാളാണ്. വിലപേശുമ്പോൾ തൊണ്ടയിടറുകയും കണ്ണുകൾ നിറയുകയും ചെയ്യുന്നുണ്ട്. ദാരിദ്ര്യത്തിന്റെ ഒരു പ്രതീകം കൂടിയാണവൾ. കാരണം വളരെ കുറഞ്ഞ വിലയ്ക്കുപോലും ഷോൾ വിൽക്കാൻ അവൾ തയ്യാറാകുന്നത് അവളുടെ നിസ്സഹായതയാണ് കാണിക്കുന്നത്. ഭാഗം 4. പ്രധാന വിഷയങ്ങളും ചോദ്യങ്ങളും. 15 മിനിറ്റ്. ഇനി നമുക്ക് കഥയുമായി ബന്ധപ്പെട്ട് ചില പ്രധാന ചോദ്യങ്ങളിലേക്ക് കടക്കാം. 1. എസിക്ക് പകരം ജനറൽ കോച്ചിൽ യാത്ര ആസ്വദിക്കുക എന്നതിന്റെ അർത്ഥമെന്താണ്? പൊതുവെ എസി കോച്ചിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ഒരു അടഞ്ഞ ലോകത്താണ്. എന്നാൽ ജനറൽ കോച്ചിൽ സാധാരണക്കാരുമായി ഇടപഴകാനും അവരുടെ ജീവിതം അടുത്തറിയാനും സാധിക്കുന്നു. ഇത് ഒരുപക്ഷെ ജീവിതത്തിന്റെ മറ്റൊരു വശം അനുഭവിക്കാനുള്ള എഴുത്തുകാരന്റെ ആഗ്രഹമായിരിക്കാം. 4 ചുവരുകൾക്കുള്ളിലെ യാത്രയിൽ നിന്ന് വ്യത്യസ്തമായി പുറംലോകത്തെയും മനുഷ്യരെയും അനുഭവിക്കാനുള്ള ഒരവസരമാണിത്. 2. യുവതിയുടെ തൊണ്ടയിടറാനുള്ള കാരണമെന്തായിരിക്കാം? കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നതിന്റെ ക്ഷീണമായിരിക്കാം ഒരു കാരണം. വളരെ കുറഞ്ഞ വിലയ്ക്ക് ഷോൾ വിൽക്കേണ്ടി വരുമ്പോഴുണ്ടാകുന്ന നിസ്സഹായതയും ദുഃഖവും. തന്റെ കഠിനാധ്വാനത്തിന് അർഹിക്കുന്ന വില ലഭിക്കുന്നില്ല എന്ന തോന്നലും. ഒരുപക്ഷെ അവളുടെ ജീവിത പ്രാരാബ്ദങ്ങൾ കാരണമുണ്ടാകുന്ന വൈകാരിക സമ്മർദ്ദങ്ങളായിരിക്കാം അവളെ കരയിച്ചത്. 3. അവൾ ഒറ്റയടിക്ക് 150 സമ്മതിച്ചു, തെറ്റുപറ്റി, കുറച്ചുകൂടി വില പേശേണ്ടതായിരുന്നു എന്ന പ്രസ്താവനയിലൂടെ ആളുകളുടെ ഏതു മനോഭാവമാണ് വെളിവാകുന്നത്? ഇവിടെ ലാഭേച്ഛ എന്നൊരു മനോഭാവം കാണാം. അതായത് സ്വന്തം ലാഭം മാത്രം നോക്കി മറ്റൊരാളുടെ കഷ്ടപ്പാട് പരിഗണിക്കാത്ത ഒരു മനോഭാവം. സഹാനുഭൂതിയില്ലായ്മയും ഇവിടെ പ്രകടമാണ്. ഒരു സാധനം വിൽക്കുന്ന ഒരാളുടെ അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കാതെ സ്വന്തം കീശയിലെ പണത്തിന് മാത്രം പ്രാധാന്യം നൽകുന്ന പ്രവണത. ചിലപ്പോൾ ഒരു ശീലമായി മാറിയ വിലപേശൽ അത് അമിതമാകുമ്പോൾ മറ്റുള്ളവരെ എങ്ങനെ ബാധിക്കുന്നു എന്ന് ചിന്തിക്കാതിരിക്കുക. 4. എഴുത്തുകാരന്റെ അച്ഛനും ഷോൾ വിൽപ്പനക്കാരിയും തമ്മിലുള്ള സാമ്യത എന്താണ്? ഇരുവരും സാധനങ്ങൾ വിറ്റ് ഉപജീവനം നടത്തുന്നവരാണ്. കഠിനാധ്വാനത്തിലൂടെ ജീവിതം മുന്നോട്ടു കൊണ്ടുപോകാൻ ശ്രമിക്കുന്നവരാണ്. തങ്ങളുടെ ജോലിയുടെ ഭാഗമായി നേരിടുന്ന ക്ലേശങ്ങളും വൈകാരിക സമ്മർദ്ദങ്ങളും, അതായത് അവരുടെ കണ്ണുകളിലെ നനവും ഇരുവരും പങ്കിടുന്നു. അതായത് ഇരുവരും കഷ്ടപ്പാടുകളുടെയും നിസ്സഹായതയുടെയും പ്രതീകങ്ങളാണ്. ഭാഗം 5. കഥയുടെ പ്രാധാന്യം. 5 മിനിറ്റ്. ഇനി നമുക്ക് ഈ കഥയുടെ പ്രാധാന്യം എന്താണെന്ന് നോക്കാം. 1. സാമൂഹിക സന്ദേശം. ഈ കഥ സമൂഹത്തിലെ സാധാരണക്കാരുടെയും കച്ചവടക്കാരുടെയും ജീവിത യാഥാർത്ഥ്യങ്ങളെ വരച്ചുകാട്ടുന്നു. ഉപഭോക്തൃ സമൂഹത്തിൽ ലാഭം മാത്രം നോക്കി വിലപേശുന്നവരുടെ മനോഭാവത്തെക്കുറിച്ച് ചിന്തിക്കാൻ ഇത് നമ്മളെ പ്രേരിപ്പിക്കുന്നു. 2. മാനുഷിക വികാരങ്ങൾ. സഹാനുഭൂതി, നിസ്സഹായത, അത്യാഗ്രഹം തുടങ്ങിയ മാനുഷിക വികാരങ്ങളെ കഥ വളരെ സിമ്പിളായി അവതരിപ്പിക്കുന്നു. 3. ചിന്തകൾക്ക് പ്രേരിപ്പിക്കുന്നു. ഒരു ചെറിയ സംഭവത്തിലൂടെ വലിയ ചിന്തകളിലേക്ക് വായനക്കാരനെ കൊണ്ടുപോകാൻ ഈ കഥയ്ക്ക് കഴിയുന്നു. ഒരു ജനലിലൂടെ പുറത്തേക്ക് നോക്കുന്നതുപോലെ ഈ കഥ നമ്മളെ സ്വന്തം ചിന്തകളിലേക്കും സമൂഹത്തിലേക്കും നോക്കാൻ പ്രേരിപ്പിക്കുന്നു. ഭാഗം 6. സംഗ്രഹം. 10 മിനിറ്റ്. അപ്പോൾ പ്രിയ കുട്ടികളെ, അഞ്ജു ഖർബന്ദ എഴുതിയ ഖിഡ്കി എന്ന ലഘുകഥയിലൂടെ യാത്രയിലെ ഒരു ചെറിയ സംഭവം ഉപയോഗിച്ച് സമൂഹത്തിലെ സാമ്പത്തിക അസമത്വങ്ങളും മാനുഷിക വികാരങ്ങളും മനോഭാവങ്ങളും എത്ര ഫലപ്രദമായിട്ടാണ് അവർ അവതരിപ്പിച്ചിരിക്കുന്നതെന്ന് നമ്മൾ കണ്ടു. യാത്രകൾ കാഴ്ചകൾ മാത്രമല്ല, മനുഷ്യരെയും അവരുടെ ജീവിതങ്ങളെയും അടുത്തറിയാനുള്ള അവസരങ്ങൾ കൂടിയാണെന്ന് ഈ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ജനലിലൂടെ പുറത്തേക്ക് കാണുന്ന ഓരോ കാഴ്ചയും ഓരോ ജീവിത പാഠമായി മാറുന്നു. ഈ കഥയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടോ?